ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും എ വെരി 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 ഹാപ്പി ദിവാലി. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ബിസി ആയിരിക്കുമെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വ്ളോഗ് കാണാൻ സമയമുണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ പട്ടാസെല്ലാം വെടിച്ച് എല്ലാം സൂപ്പറാக കൊണ്ടാടിட்டு இருப்பீங்க இல்லையா? നമ്മൾ കേരളത്തിൽ എല്ലാവരും എത്രമാത്രമാണ് ദിവാലി ആഘോഷിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ബട്ട് യൂഷ്വലി നോർത്ത് ഇന്ത്യ ആൻഡ് തമിഴ്നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് റെയറാണ് നമ്മൾ ദിവാലി കാണുന്നത് അല്ലേ. പക്ഷേ ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് വളരെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ രാവിലെ ലക്ഷ്മി പൂജയുടെ അലങ്കാരമാണ് നിങ്ങൾ കാണുന്നത്. മഹാലക്ഷ്മിയുടെ ഫോട്ടോ, അതിന് മുമ്പായിട്ട് മഹാലക്ഷ്മിയുടെ വിഗ്രഹം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു ആൻഡ് പൂജാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കണ്ണേട്ടനും കിച്ചുവും പോയി. കണ്ണേട്ടൻ ഓഫീസുണ്ട് ആൻഡ് കിച്ചുവിന് സ്കൂളുണ്ട്. ഒരാഴ്ചയായിട്ട് അവന് ലീവായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സ്കൂള് തുറന്നു. ഇനി കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വിനീസ് കിച്ചണിൽ നമ്മൾ ഹോം മെയ്ഡ് സ്വീറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സെയിൽസ് ആൻഡ് ഓർഡർ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യെസ്, ഒരുപാട് സ്വീറ്റ് ബോക്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജിലേബി, ബൂന്തി ലഡ്ഡു, അതേമാതിരി തന്നെ റവ ലഡ്ഡു, അതേമാതിരി ബർഫികൾ, പിന്നെ നമ്മൾ മിക്സ്ചർ, അതേമാതിരി തന്നെ പൊക്കവട, നമ്മുടെ സാധാരണ ഓല പൊക്കവട പോലത്തെ ഇത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചായിട്ടുള്ള രീതിയിൽ ഒരു 2-3 ദിവസമായി ഇതിൻ്റെ പുറകിൽ. ബിക്കോസ് മുറുക്ക് കാര്യങ്ങളൊക്കെ ഹോം മെയ്ഡ് ആയിട്ടുള്ള രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് എല്ലാം നന്നായി പോകുന്നു. ആൻഡ് യെസ്, എല്ലാ ഓർഡേഴ്സും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലും പാക്ക് ചെയ്യാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ബോക്സസ് ഒക്കെ റെഡിയാക്കി. ബിക്കോസ് ഇത് കോർപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലും ഓഫീസസിനും എല്ലാം നമുക്ക് ഇങ്ങനെ ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ, ഹോം മെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. 2-3 ദിവസമായി ഇതിൻ്റെ പുറകിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഉണ്ടാക്കുകയും വേണം, പിന്നെ ഇതെല്ലാം സെറ്റാവും വേണം, പിന്നെ എത്ര എണ്ണം എന്നുള്ളത് കറക്റ്റ് ആയിരിക്കണം. സോ എല്ലാ കാര്യങ്ങളും സിംഗിൾ മാൻ ഷോ എന്നുള്ള രീതിയിൽ എല്ലാം നോക്കി കണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഒരു 2 രീതിയിലാണ് ബോക്സസ് വരുന്നത്. ചിലവർക്ക് ലഡ്ഡു മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെയാണ് ലഡ്ഡു മാത്രം. അപ്പോൾ നിങ്ങൾ എത്ര എണ്ണമാണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ആ ബോക്സിൽ അത് മാത്രമായിട്ടുള്ള രീതിയിൽ ഫില്ലാക്കി വെക്കുന്നതും, മറ്റേ ബോക്സിൽ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ആ ബോക്സും ചെറുതും വലുതും എന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് ഒരു ജിലേബി, ഒരു ലഡ്ഡു, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ചെറിയ ബോക്സ്, അല്ല എല്ലാം കൂടി വെച്ചോളൂ എന്ന് പറയുന്നവർക്ക് എല്ലാം കൂടി വെച്ചിട്ടുള്ള രീതിയിലുള്ള ബോക്സ്. ഇപ്പോഴൊന്നും ആൾക്കാർ വാരി വലിച്ച് കഴിക്കുന്ന പതിവേ ഇല്ല. ഒക്കെ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് മതിയല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഒട്ടിച്ച് എല്ലാ എണ്ണ തിട്ടപ്പെടുത്തിയിട്ട് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിന് ശേഷം ഒരുപാട് കാര്യങ്ങളാണ്. ബിക്കോസ് ദിവാലി പാർട്ടീസ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സമോസകളായിക്കോട്ടെ, സ്നാക്സുകളായിക്കോട്ടെ, ഒരുപാട് ഓർഡേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞ് അത് അവിടെ തിട്ടപ്പെടുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇത് ഹരാബര കബാബ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിവാലി പാർട്ടീസിൽ ദിവാലി പാർട്ടി എന്നല്ല, പൊതുവേ ഹരാബര കബാബ്സ്, ഹോം മെയ്ഡ് ഹരാബര കബാബ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ് ആൾക്കാരെല്ലാവരും. സോ യെസ്, പരിപ്പ് വട, നമ്മുടെ കേരള തട്ടുകട സ്റ്റൈൽ സമോസ, ഉള്ളിവട, അതേമാതിരി തന്നെ പനീർ ബട്ടർ മസാല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി വെച്ചു. ബിക്കോസ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഓർഡേഴ്സ് വന്നത് ഒരുപാട് മെതുവടയ്ക്കാണ്. അപ്പോൾ മെതുവടയും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് 2 കപ്പ് ഉഴുന്നാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഉഴുന്നല്ല, ഞാൻ ഹാഫായിട്ടുള്ള ഉഴുന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മെതുവടയുടെ ആ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കുതിർത്ത് വെക്കണോ അതൊരു 6-7 മണിക്കൂർ കുതിർത്ത് വെക്കുക. അത് കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമില്ലാതെ അരയ്ക്കുക.
ഇവിടെയാണ് എല്ലാവർക്കും പ്രശ്നം പറ്റുന്നത്. ഞാനിത് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളമില്ലാതെ അരയ്ക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ വിൻചേച്ചി മിക്സി ഇങ്ങനെ അരയാത്ത പോലെ തോന്നുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. വെള്ളമില്ലാതെ അരയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം വെള്ളം കടകടകടേന്ന് ഒഴിക്കണ്ട എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? വെള്ളം വേണമെങ്കിൽ നമുക്ക് തെളിച്ചു കൊടുക്കാം. പ്രത്യേകിച്ചിട്ട് ഐസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് വളരെ സഹായിക്കും. എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ഇത്തിരി വെള്ളത്തിൽ ആ മാവ് ഒന്ന് ഇട്ട് നോക്കുന്ന സമയത്ത് ആ മാവ് പൊന്തിക്കിടക്കണം. അതാണ് അതിൻ്റെ കണക്ക്. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മാവിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് ഞാൻ ഈ നമ്മുടെ ബീറ്ററില്ലേ, ഇലക്ട്രിക് ബീറ്റർ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അതിലേക്ക് എയർ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ എടുത്തിട്ട് അപ്പം തന്നെ അങ്ങനെ എടുത്തിട്ട് ചുടാൻ നിൽക്കണ്ട. കുറച്ചൊന്ന് എയർ വിസ്ക് ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഞാനിവിടെ ക്ലയൻറ്റിന് അനുസരിച്ചിട്ടാണ് ഇതിൽ സാധനങ്ങൾ ആഡ് ചെയ്യുക. അതായത് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക് വെക്കണതുകൊണ്ട് നമ്മൾ ജീരകവും കുരുമുളകും മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അതും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നമ്മൾ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഐസ് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉഴുന്നുവടകൾ വരാൻ തുടങ്ങും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എത്ര വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള രീതിയിലാവുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ടാവും. സോ അതിന് നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തിരുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഫ്രഷ് ആയിട്ടുള്ള വടകളാവുമ്പോൾ നല്ല ടേസ്റ്റാണ്, ക്രിസ്പി ആയിട്ട്. നമ്മൾ സാമ്പാർ, അതേമാതിരി തന്നെ ടൊമാറ്റോ ചട്നി, വൈറ്റ് ചട്നി, സാമ്പാർ, ഇതായിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ വീട്ടിലേക്കും അതേ തന്നെയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എല്ലാവർക്കും രാവിലെ എണീച്ചിട്ട് ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അല്ലേ? അപ്പോൾ എല്ലാവർക്കും സപ്ലൈ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളും വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദീപാവലി തിരക്ക്, ദീപാവലി സ്വീറ്റ്സ്, ഇങ്ങനെയുള്ള സ്നാക്സുകൾ എല്ലാമായിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വിഷിങ് എവ്രി വൺ എ ഹാപ്പി ദിവാലി.